മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് അന്തിമ റിപ്പോർട്ട് നൽകും. ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് പഠനം നടന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് ആദ്യം റിപ്പോർട്ട് നൽകുക. ദുരന്തമുണ്ടായ പ്രദേശങ്ങൾ 3 തവണ സന്ദർശിച്ചും സാങ്കേതിക പഠനങ്ങൾ പൂർത്തിയാക്കിയുമാണ് വിദഗ്ധ സംഘം റിപ്പോർട്ട് തയ്യാറാക്കിയത്. വിവിധ മേഖലകളിലെ 6 പേരാണ് ഡോക്ടർ ജോൺ മത്തായിക്കൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചുമതലപ്പെടുത്തിയ സംഘത്തിലുണ്ടായിരുന്നത്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ മുൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജോൺ മത്തായി. പാറയും മണ്ണും മണലുമെല്ലാം ഉൾപ്പെടെ 25 ലക്ഷം മീറ്റർ ക്യൂബ് വസ്തുക്കൾ ചൂരൽമലയിലേക്ക് ഒഴുകിയെത്തിയെന്നാണ് കണ്ടെത്തൽ. അതിശക്തമായ മഴയിൽ പാളികളായ പാറയും മണ്ണും നിരങ്ങി ഇറങ്ങിയതാണ് ഉരുൾപൊട്ടലിന്റെ കാരണമായി റിപ്പോർട്ടിലുള്ളത്. 2-3 ഇടങ്ങളിൽ അണക്കെട്ട് പോലെ രൂപപ്പെടുകയും തുടർന്നത് പൊട്ടിയതും ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ടുകൾ സംസ്ഥാന സർക്കാരിന് നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നു. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കണ്ടെത്തിയ സ്ഥലങ്ങളും പരിശോധിച്ച സംഘം റിപ്പോർട്ട് നൽകി. ഉരുൾപൊട്ടൽ മേഖലയിലെ ഭാവി പ്രവർത്തനങ്ങൾ ഈ റിപ്പോർട്ടിനെ കൂടി ആശ്രയിച്ചായിരിക്കുമെന്നതിനാൽ നിർദ്ദേശങ്ങളും കണ്ടെത്തലുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ വരെ സംഘം പരിശോധന നടത്തിയിരുന്നു. ചൂരൽമല മുതൽ സൂചിപ്പാറ വരെയുള്ള ഭാഗങ്ങളിൽ സുരക്ഷിതവുമല്ലാത്തതുമായ പ്രദേശങ്ങളും നിർണയിക്കപ്പെട്ടു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉരുൾപൊട്ടൽ സംബന്ധിച്ച ഉപദേശക സമിതിയും ദുരന്ത മേഖലയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. വിദഗ്ധ സമിതി നൽകുന്ന അന്തിമ റിപ്പോർട്ട് ഉപദേശക സമിതി കൂടി പരിശോധിക്കും. ഇവരുടെ മറ്റ് കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകുക. കൈരളി ന്യൂസ്, വയനാട്.